നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിടിച്ച് മാറ്റി നിർത്തി രണ്ടെണ്ണം തരാനാ ഞാൻ വന്ന. എനിക്ക് വാടാ, നീയാണോ ഞാനാണോ നോക്കാം. ആദ്യം നീ പോയി ശേഖരൻ സാർ അടിച്ചിളക്കിയ അണപ്പല്ല് ശരിയാക്കാം. എന്നിട്ട് നമുക്ക് തമ്മി തലി ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. വർമ്മ സാറിന്റെ മനസ്സില് നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും മതിപ്പും ഒക്കെ നീ തന്നെ ഇല്ലാണ്ടാക്കി. മതി ദീപകെ, നമുക്ക് രണ്ടാൾക്കും ഏകദേശം ഒരേ പ്രായ. എന്നാലും വർമ്മ സാറിന്റെ സഹോദരിയുടെ മകനെന്ന് പറഞ്ഞ എനിക്ക് എന്റെ ചേട്ടന്റെ സ്ഥാനമാ. എനിക്കങ്ങനെ കൂടപ്പുറപ്പായിട്ട് ഒരു ചേട്ടനില്ല. ആ സ്ഥാനത്ത് ദീപകിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അത് സോൾവ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച ദീപകിന്റെ സ്വഭാവമൊക്കെ മാറി ദീപക് വളരെ നല്ലൊരാളാവൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ പ്ലീസ്, ഞാൻ പറയുന്നത് ദീപകിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ മനസ്സിലായി. ശ്രീവിലാസത്തി അംബിക വർമ്മയുടെ മകനായ ഞാൻ ഏതോ തെരുവിൽ ജനിച്ച് വളർന്ന നിന്നെ അനിയനെ പോലെ കാണണം. എടാ 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 തെരുവ് തണ്ടി, ഇതിപ്പോ കാലം കുറച്ച് പിന്നിലേക്കായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടിക്ക് കയറാനുള്ള യോഗ്യത പോലും നിനക്കുണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? എടാ, സംസാരിക്കുമ്പോഴേ ആളും തരവും നോക്കി സംസാരിക്കും. എന്റെ അമ്മാവനെ പോലെ ഒരു മണ്ടനാണ് ഞാനെന്ന് നീ വിചാരിച്ചെങ്കിലേ നിനക്ക് തെറ്റി. എന്നെ വളർത്തിയതേ പ്രതാപവർമ്മയല്ല, അംബിക വർമ്മയാ. നിന്നെ പോലെയുള്ളവന്മാരുടെ നുണയിലും സെന്റിമെന്റ്സിലും അഭിനയത്തിലൊന്നും ഞാൻ വീടിലടാ. നീയൊക്കെ പുകഴ്ത്തി പാടി പൊന്നും പണവും വാങ്ങിച്ച് പറ്റിച്ചോണ്ടിരിക്കുന്ന പഴഞ്ചൻ തമ്പുരാക്കന്മാരിൽപ്പെട്ട ആളല്ല ദീപക്. അതായിരിക്കും ഋതിക മാഡത്തിന്റെ കഴുത്തി കിടക്കുന്ന താലി പൊട്ടിക്കാൻ മഹാനായ ദീപക് കൂലിക്ക് ആളെ വിട്ടത്. അതും അംബിക മാഡത്തിന്റെ വളർത്ത് മഹാത്മ്യാണെങ്കിൽ. മാല പൊട്ടിക്കാൻ വന്നവനും പൊട്ടിക്കാൻ അവനെ ഏൽപ്പിച്ചവനും. ഇന്നത്തെ കാലത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയി കിടക്കണം. അവളുടെ കഴുത്തിലെ താലി കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിന്റെ പിന്നിലും നിന്റെ ബുദ്ധിയായിരിക്കുമെന്ന്. അതെ, അങ്ങനെ ഋതിക മാഡത്തെ ഉപദ്രവിച്ച് എന്റെ മുന്നിൽ കൂടി ഒരുത്തൻ ആ പണി ചെയ്യുമ്പോഴേ അവനെയും അത് ചെയ്യിപ്പിച്ച നിന്നെയും അങ്ങനെ അങ്ങ് വെറുതെ വിടാനൊക്കില്ലല്ലോ. പിടിച്ച് മാറ്റി നിർത്തി രണ്ടെണ്ണം തരാനാ ഞാൻ വന്ന. എനിക്ക് വാടാ, നീയാണോ ഞാനാണോ നോക്കാം. ആദ്യം നീ പോയി ശേഖരൻ സാർ അടിച്ചിളക്കിയ അണപ്പല്ല് ശരിയാക്കാം. എന്നിട്ട് നമുക്ക് തമ്മി തലി ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. രാജു, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ ഓർക്കണ്ട. ഓ ശരി ശരി. നീ പോലും പ്രതീക്ഷിക്കാത്തൊരു പണി ഞാൻ നിനക്ക് തരും. അതോടെ നീ തീരും. നിന്നെ ഞാൻ തീർക്കും. ദീപക് സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ദീപക് സാർ ഒന്നുകൂടി സമയമെടുത്ത് ആലോചിക്കും. ദീപക് സാറ് നന്നായ അതിന്റെ ഗുണം ദീപക് സാറിന് മാത്രമല്ല, എനിക്കും, എന്തിന് ഈ കുടുംബത്തിലെ എല്ലാവർക്കും കൂടിയാ. സോ പ്ലീസ് ഒന്ന് ആലോചിക്കേ. ഒന്ന് പോടാ. മാഡം ഇങ്ങനെ മിണ്ടാതിരുന്ന എന്താ ചെയ്യാ? ഞാൻ രാജുവിനോട് പറഞ്ഞതല്ലേ താലിമല എടുത്ത് കെട്ടാൻ. അപ്പൊ പറ്റില്ല. ഇല്ല, പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇതല്ലാതെ ഒരു ഐഡിയ ഇല്ല രാജു. രാജു കെട്ടിയില്ലെങ്കിൽ ഞാനും ഈ താലി കെട്ടില്ല. നടന്നു തന്നെ. രാജു. മാഡം ഒന്നിറങ്ങി.
അങ്ങോട്ട് നോക്കി. മാല പൊടിച്ചിട്ട് ഇവിടെ നിൽക്കണ. ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചോണ്ട് പോവാൻ നിനക്ക് മനുഷ്യത്തില്ലേടാ കള്ള. അയ്യോ മാഡം എന്നെ കള്ളാന്നൊന്നും വിളിക്കല്ലേ. പിന്നെ മാല പൊട്ടിച്ചോണ്ട് പോയ എന്നെ പുണ്യാളെന്ന് വിളിക്ക. ഒരു തരത്തില് ഈ താലിമാല രാജുവിനെ കണ്ട് കഴുത്തിൽ ഇടിയിച്ചത്. അതാ നീ പൊട്ടിച്ചെടുത്തത്. രാജു പോലീസിനെ വിളിക്ക. അയ്യോ സാറേ പോലീസിനെ ഒന്നും വിളിക്കല്ലേ. ഞാൻ സത്യം പറയാം, ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല. മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ മാല പിടിച്ച വേഷം കണ്ടിരിക്കുന്നോ? നീ വെറുതെ നുണ പറയരുത്. രാജു വേഗം പോലീസിനെ വിളിക്ക. അയ്യോ സാറേ മാഡം സത്യമാ ഞാനീ പറയുന്നേ. എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാ. ഒരാള് ചെയ്യിപ്പിച്ചതോ? ആര്? സാറേ അയാളെ പേരൊന്നും എനിക്കറിയില്ല. ഈ മാഡത്തിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു, പിന്നെ കുറച്ച് കാശും തന്നു. ഈ മാഡത്തിനെ എപ്പോ കണ്ടാലും മാഡത്തിന്റെ താലിമാല പൊട്ടിച്ചോണ്ട് ഓടണമെന്ന് പറഞ്ഞു. അതാരാ അങ്ങനെ ചെയ്തത് രാജു? അതാ ഞാനും ആലോചിക്കുന്നത്. ആരായിരിക്കും? എടോ ഈ ഫോട്ടോയിലുള്ള ആളെ നോക്കിയേ. അതെ സാറേ ഇയാള് തന്നെയാ. തമ്പയ്ക്കോ ഇനി തന്നെ ഈ പരിസരത്ത് കണ്ടാ ഓക്കെടോ. ഇപ്പൊ രാജുവിന്റെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടേ? രാജു ഉറപ്പായിട്ടും ഇപ്പൊ ദീപക് വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കഴുത്തില് താലിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. താലി എന്റെ കഴുത്തിൽ കെട്ടണം. അതൊന്നും നടക്കില്ല മാഡം. അതൊന്നും ശരിയാവില്ല. ഉറപ്പാണോ? ആ അതെ. പിടിക്ക്. ഇപ്പൊ സമാധാനായല്ലോ? ആ ആയി. എന്നാ വാ പോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ നീ കണ്ടതും പഠിച്ചതും നിന്റെ അമ്മയെ കണ്ടിട്ടാ. ആ അമ്മ ചിന്തിക്കുന്ന രീതിയിലെ നീയും ചിന്തിക്കൂ. ആ അമ്മ പ്രവർത്തിക്കുന്നത് പോലെ നീയും പ്രവർത്തിക്കൂ. ശരി ഏതാ തെറ്റേതാ എന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ ഏതൊരു മനുഷ്യനും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാ. നിന്റെ കാര്യത്തില് അതിനുള്ള സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നിന്നോട് സഹതാപം തോന്നാ ദീപക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.